ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും എല്ലാവരും കാണണം. അംഗൻവാടിയിൽ നടന്ന ഒരു ഓണ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ്. അതിൽ ഈസി ആയിട്ട് ആർക്കും വരയ്ക്കാൻ പറ്റുന്ന ഡിസൈനിൽ അടിപൊളി ഓണപ്പൂക്കളത്തിൻ്റെ വീഡിയോ അതിലുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും കാണണം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓണസദ്യയുടെ വീഡിയോ ആണ് കേട്ടോ. അംഗൻവാടിയിലെ ഓണസദ്യയുടെ വീഡിയോ ആണ്. അപ്പോൾ ഗെയ്സ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഉത്സവമാണല്ലോ. ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അടിപൊളി ഓണസദ്യ, അതുപോലെ പൂക്കളം, നമ്മുടെ കുഞ്ഞുമക്കളുടെ പുഞ്ചിരി എല്ലാം ചേർന്ന ഒരു ഓണ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ്. അംഗൻവാടിയിൽ നടന്ന ഒരു ഓണ സെലിബ്രേഷൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ഫുള്ളായി കാണണം. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതെന്ന് പറഞ്ഞാൽ എല്ലാ പാരൻസും ഓരോരോ വിഭവം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വന്നതാണ്. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഭയങ്കരമായിരുന്നു. സൂപ്പർ ഉണ്ടായിരുന്നു ഇവിടെ കഴിക്കാൻ. നല്ല സൂപ്പർ ഓണസദ്യയായി. കുഞ്ഞുമക്കളെല്ലാം നമ്മൾ ഇരുത്തി അവർക്ക് സദ്യ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാ പാരൻസിൻ്റെയും അതുപോലെ ടീച്ചറിൻ്റെയും നല്ലൊരു സഹകരണം കൊണ്ടാണ് ഇത്ര അടിപൊളി ഒരു സദ്യ ഒരുക്കാൻ പറ്റിയത്. ഇതായിരുന്നു കേട്ടോ നമ്മുടെ കുഞ്ഞുകുട്ടികളുടെ ഫേവറേറ്റ് ശർക്കര വരട്ടിയതും കായ് ചിപ്സും അതുപോലെ പപ്പടവും. ഇവർ ഫുള്ളും സദ്യ കഴിക്കുമ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത് ഈ 3 സംഭവത്തിന് വേണ്ടിയായിരുന്നു. ഇവർക്ക് ചോറൊന്നും അങ്ങനെ ആവശ്യമായി വന്നില്ല. കുഞ്ഞുമക്കളല്ലേ, അവർ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർക്ക് ശർക്കര വരട്ടിയതും കായ് ചിപ്സും വേണ്ടോളം അവർ കഴിച്ചിരുന്നു. നമ്മുടെ സദ്യയിലെ രാജാവാണ് കേട്ടോ പുളിയിഞ്ചി. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വിചാരിക്കുന്നു പുളിയിഞ്ചിയാണ് നമ്മുടെ സദ്യക്ക് ഒരു സ്വാദ് കൂട്ടുന്നത്. ഇഞ്ചിയുടെയും അതുപോലെ ശർക്കരയുടെയും പുളിയുടെയും എല്ലാം മധുരം ചേർന്ന ഒരടിപൊളി വിഭവം തന്നെയാണ് കേട്ടോ പുളിയിഞ്ചി. അതുപോലെ നമ്മുടെ സദ്യയുടെ സ്പെഷ്യലായ അവിയൽ, പച്ചക്കറികളുടെ നിറവും തേങ്ങയുടെ രുചിയും ചേർന്ന അടിപൊളി അവിയലും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സദ്യയിലെ സിമ്പിൾ ടേസ്റ്റി ഡിഷായ ക്യാബേജ് തോരൻ, കടലയുടെ ക്രഞ്ചും അതുപോലെ തേങ്ങയുടെ പെർഫെക്റ്റ് ടേസ്റ്റായ നമ്മുടെ കൂട്ടുകറി, നമ്മുടെ സദ്യയിലെ കൂൾ ടച്ചായ കക്കിരി പച്ചടി. ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു വിഭവമായിരുന്നു കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, ഇൻഷാല്ലാ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മസാലയുടെ കിടുക്കൻ ഫ്ലേവറായ നമ്മുടെ ചിക്കൻ വറവ്, ഓരോ ബൈറ്റും ഭയങ്കര കിടിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാ വിഭവവും ഒന്നിനോടൊന്ന് മെച്ചായിരുന്നു കേട്ടോ. നമ്മുടെ ഇല നിറയ്ക്കുന്ന ഫസ്റ്റ് സ്റ്റാറായ നമ്മുടെ ചോറ്, നമ്മുടെ ഓണത്തിൻ്റെ റിയൽ ഫ്ലേവർ തുടങ്ങുന്നത് തന്നെ നമ്മുടെ ചോറിലൂടെയാണ്. അങ്ങനെ ചോറ് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഇട്ട് കൊടുക്കുന്നു. നല്ല തണുപ്പൻ ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ചോറിനെ ഫുൾ കംപ്ലീറ്റ് ആകുന്ന ഒരു ഡിഷാണ് നമ്മുടെ പുളിശ്ശേരി. നമ്മുടെ ഓരോ സദ്യയിലും സൗണ്ട് എഫക്റ്റ് നൽകുന്ന നമ്മുടെ
പപ്പടം. നമ്മുടെ കുഞ്ഞുങ്ങൾ അധികം ചോദിച്ചത് പപ്പടമാണ്. സദ്യയുടെ ഫസ്റ്റ് തന്നെ ഓരോരാളും ഓരോ പപ്പടം കഴിച്ചിട്ടാണ് തുടങ്ങിയത്. നമ്മുടെ സദ്യയിൽ റിയൽ ട്രഡീഷണൽ ടച്ചായ നമ്മുടെ സാമ്പാർ. നമ്മുടെ സദ്യയിലെ മെയിൻ ഐറ്റം സാമ്പാറാണല്ലോ. വേറെ എന്തില്ലെങ്കിൽ സദ്യക്ക് മെയിൻ നമ്മൾ സദ്യ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് നമുക്ക് സാമ്പാറാണ്. നമ്മുടെ ഓണ സ്പെഷ്യൽ ഹൃദയം നിറയ്ക്കുന്ന പായസം ഓണസദ്യയുടെ ലാസ്റ്റാണ്. ബട്ട് നമുക്ക് ഏറ്റവും ടേസ്റ്റ് തരുന്ന നമ്മുടെ സദ്യയുടെ സ്റ്റാർ തന്നെയാണ് നമ്മുടെ പായസം. ഇത് നിങ്ങൾക്ക് ഏത് കറക്റ്റ് മനസ്സിലാവട്ടെ എന്തെല്ലാം വിഭവം ഇല്ലേന്ന്. അതിൽ കുഞ്ഞുങ്ങളോടൊന്നിച്ച് കാണുമ്പോൾ അത് അത്ര വ്യക്തമായില്ല. ഓരോ വിഭവങ്ങളും ഇതിൽ കാണിക്കുന്നുണ്ട്. ഞാൻ ഇതിലുള്ള എല്ലാ വിഭവങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ചാറിനെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മുടെ സദ്യയിൽ ഒരു സ്പൂണ് മതി നമ്മുടെ സദ്യ സ്പൈസി ആക്കാൻ. നമ്മൾ അടിപൊളി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വന്നിട്ടുണ്ടായതാണ് ഒരു പാരൻ്റ്. അടിപൊളി അച്ചാറായിരുന്നു. പിന്നെ ഞാൻ പറയാൻ വിട്ടത് നമ്മുടെ പഴമാണ്. നമ്മുടെ സദ്യയിൽ ഏറ്റവും നാച്ചുറൽ ടേസ്റ്റായ നമ്മുടെ പൂവൻ പഴം. ഈ ഓണസദ്യ രുചികളും ഓർമ്മകളും നിറഞ്ഞ ഒരു ഓണസദ്യയായിരുന്നു. ഓണം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു ഉത്സവമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ആക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൽ പറയാൻ വിട്ടത് ഞാൻ മോരാണ്. നമ്മുടെ സദ്യയെ ബാലൻസ് പെർഫെക്റ്റ് ആക്കുന്ന ഒരു ഡിഷാണ് നമ്മുടെ മോര്. അപ്പോൾ എല്ലാ ഡിഷും ഇതിൽ ഓരോ വിഭവവും ഭയങ്കര ടേസ്റ്റായിരുന്നു. നല്ല സൂപ്പറായിരുന്നു കേട്ടോ കാണാനും കഴിക്കാനും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും അഡ്വാൻസ് ഓണാശംസകൾ. ഓക്കെ, ബൈ.